ഹായ് ഗായ്സ്, ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ. എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനതിന് റെഡി ആവുകയാണ്. നിങ്ങൾക്കും ഇതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള പ്രൊഡക്ട്സ് വെച്ചിട്ട് റെഡി ആവാട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് ചെറിയ കോൾഡ് ഉള്ളതുകൊണ്ട് എൻ്റെ സൗണ്ടിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ ജോവീസിൻ്റെ ഒരു സൺസ്ക്രീനാണ് അപ്ലൈ ചെയ്യുന്നത്. ജോവീസിൻ്റെ സൺസ്ക്രീൻ ഭയങ്കര സൂപ്പറാണ് കേട്ടോ, അഫോർഡബിളാണ്, പക്ഷെ നല്ല എഫക്റ്റീവുമാണ്. ഞാനങ്ങനെ മോയ്സ്ചറൈസർ അങ്ങനെ യൂസ് ചെയ്യാറില്ല, കാരണം എൻ്റെ ചെറിയ ഓയിലി സ്കിൻ ആയതുകൊണ്ട് എനിക്കെപ്പോഴും പിമ്പിൾസൊക്കെ വരുന്നതുകൊണ്ട് ഞാനിപ്പോൾ ആകെ സൺസ്ക്രീൻ മാത്രമാണ് ഇടുന്നത്. പിന്നെ അതിനുശേഷം ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു. നമ്മളെപ്പോഴും ഫൗണ്ടേഷൻസ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിൻ കളറിനേൽ ഒരു പൊടിക്കും കൂടെ ഒരു മേളിൽ നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ എല്ലാവർക്കും സ്യൂട്ടാവുമേ. ഒരിക്കലും നമ്മളുടെ സ്കിൻ ടോണിനെക്കാട്ടും താഴേക്ക് ഫൗണ്ടേഷൻസ് സെലക്ട് ചെയ്യരുത്, അപ്പോൾ നമ്മൾ ഡാർക്കൺ ആവാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ്. അതിനുശേഷം നമ്മൾ ഐബ്രോസ് വരച്ചെടുക്കുകയാണ്. എനിക്ക് ഭയങ്കര തിന്നായിട്ടുള്ള ഐബ്രോസ് ആണ് കേട്ടോ. ഞാൻ ഇതുപോലെ തന്നെ വരച്ച് തന്നെയാണ് എടുക്കുന്നത്, ഐബ്രോ പെൻസിൽ വെച്ചിട്ട്. പിന്നെ മൈക്രോ ബ്ലേഡിങ് അല്ലെങ്കിൽ ഐബ്രോ ടാറ്റു ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്, പക്ഷെ അതൊക്കെ എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഇതാണല്ലോ, അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ ലൈറ്റായിട്ട് ഐ ഷാഡോസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാനൊരു ചെറിയൊരു റെഡിഷ് ആൻഡ് സിൽവർ ഷെയ്ഡാണ് കേട്ടോ കൊടുത്തത്. പിന്നെ നമ്മൾ ഐലൈനർ വെച്ചിട്ട് കണ്ണെഴുതി, മേലിൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പുറത്തെ വീട്ടിലെ പട്ടി വോയിസ് എടുക്കാൻ സമ്മതിക്കണില്ല ഗൈസ്, ഒടുക്കത്തെ കൊര. പിന്നെ ലൈറ്റായിട്ട് ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്തു. ലിപ്സ്റ്റിക്ക് പിന്നെ പറയണ്ടല്ലോ, ലിപ്സ്റ്റിക്ക് ഇല്ലാണ്ട് എന്താഘോഷം. ഞാനപ്പോൾ ഒരു ഡാസ്ലറിൻ്റെ ഒരു ലിപ്സ്റ്റിക്കും പിന്നെ ഒരു ഷുഗറിൻ്റെ ഒരു ലിപ്സ്റ്റിക്കും കൂടെ മിക്സ് ചെയ്താണ് അടിച്ചത്. അപ്പോൾ ഒരു ഭയങ്കര ഒരു ഡാർക്കൺ ഷെയ്ഡ് കിട്ടി. പിന്നെ നമ്മൾ മസ്കാര അപ്ലൈ ചെയ്തു. ലിപ്സ്റ്റിക്ക് എനിക്ക് പൊതുവേ കുറച്ച് ഡാർക്കൺ ഷെയ്ഡ്സാണ് ഇഷ്ടം. അത് കഴിഞ്ഞിട്ട് ബ്ലഷ്, നേരത്തെ ഇട്ട ബ്ലഷിൻ്റെ മേലിൽ കൂടി വേറെ ബ്ലഷ് ഇട്ടു. ഒരു പ്രഹസനം. ഞാനിവിടെ വോയിസ് ഓവർ ചെയ്യണ നേരത്ത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു വാവ വന്നിരിക്കുന്നുണ്ട്. എന്താ ലിപ്സ്റ്റിക്ക് ആണോ? എന്ത് ലിപ്സ്റ്റിക്കാണ് വേണ്ടത്? അതുപോലെ വേണം. എൻ്റെ വീഡിയോ കണ്ടിട്ട് അതുപോലെ വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആൾ. അങ്ങനെ ബ്ലഷോടുകൂടി നമ്മുടെ മേക്കപ്പ് അവസാനിച്ചിരിക്കുന്നു ഗൈസ്. പിന്നെ ഹെയറൊക്കെ ഒന്ന് കോംബ് ചെയ്ത് സെറ്റാക്കി, ഇയറിങ്സ് ഇട്ടു. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള ഇയറിങ്സാണ്. ഞാനപ്പം മിക്കതിൻ്റെ കൂടെ ഇത് തന്നെ ഇടാൻ നോക്കാറുണ്ട്. ഈ കുട്ടിയോട് ഞാൻ മിണ്ടാനായിട്ട് ഇരിക്കാൻ പറഞ്ഞിട്ട് എന്താ വേണ്ടത്? ലിപ്സ്റ്റിക്കോ? ലിപ്സ്റ്റിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് വലുതായ? അപ്പൊ കമ്മല് വേണം. ഞങ്ങൾ നേറമ്മ എന്നാട്ടാ വിളിക്കുന്നത്. അപ്പോൾ ആള് വലുതായെന്നാ പറയണേ. ഞാൻ എൻ്റെ വീഡിയോ കണ്ടപ്പോഴത്തേക്കും ആൾക്ക് ലിപ്സ്റ്റിക്കും കമ്മലൊക്കെ വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ലുക്ക് ഇഷ്ടപ്പെട്ടോ? എല്ലാവരും അപ്പോൾ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. ഇനി കുറച്ച് പ്രഹസനാവും. ഒന്നുമില്ല. ലൈക്ക് പറഞ്ഞേ, കമൻറ്റ്, സബ്സ്ക്രൈബ്. താങ്ക് യു.